എന്തായി കളി? എപ്പ വന്നു? ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന് വന്നുകൊണ്ട് പറയാന്ന് വെച്ചിട്ട് വന്നതാ. എന്റെ പ്രവാറിന്റെ ശല്യം സഹിക്കാൻ വയ്യാതായി. കൂലി ശരിക്ക് തരണമില്ല, ശകാരം വേറെ. അവിടുത്തെ പണിക്കാർക്കൊക്കെ ശരിക്ക് കൂലി കൊടുക്കാറുണ്ടെന്നാണല്ലോ ഇവിടെ പറയാറ്. അതൊക്കെ വെറുതെ. പഴയ ആളൊന്നുമല്ല. അവിടൊക്കെ ചീത്തപ്പേരാ. കുടി, പിന്നെ അടുത്തവർ. എന്തൊരാളാണ് നീ? ഈ വിവരം ആരോടും പറയരുത്. നീ വല്ലതും കഴിച്ചോ? ഇല്ല. വല്ലതും കഴിച്ചിട്ട് പോ. ഇപ്പൊ മനസ്സിലായില്ലേ? വേലി കെട്ടാനും പൊരാന്നാക്കാനും ഒന്നും അല്ല അവൻ പണം വാങ്ങിക്കൊണ്ടിരുന്നത്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു. ഇനി ഒരേ ഒരു മാർഗേ ഉള്ളൂ. എന്താ അത്? ഒരു പെണ്ണ് കെട്ടിക്കൊടുക്ക. കല്യാണാണ് കേട്ടല്ലോ, ശരിയാണോ? അതിനെന്താ? പിന്നെ ഇങ്ങോട്ട് വരണ്ടല്ലോ. മുറ്റത്തെ മുല്ലേക്ക് മണമില്ലാന്ന് കേട്ടിട്ടില്ലേ? ദിവസം തീർച്ചയാക്കിയോ? പിന്നെ പൊടി പിടിച്ച കല്യാണമല്ലേ. അങ്ങനെ എന്നെ കെട്ടിയിടാൻ നോക്കുന്നു. ഭാഗ്യമുള്ള കുട്ടിയാ. ഇല്ലെന്താ ഭാഗ്യം? ഒരാളുടെ മാത്രം ഭാര്യയായിട്ട് കഴിയുന്നത് തീർച്ചയായിട്ടും ഭാഗ്യല്ലേ. വിവരക്കേട് പറയാതെ. അപ്പോ ഞാൻ പുറപ്പെടുകയാ. ദേവസ്വത്തുനിന്നും കോലോത്തുനിന്നും കൂടിയാ സദ്യക്കുള്ള ചരക്കും ചെമ്പും ഒക്കെ ഏർപ്പാടാക്കിയിട്ടുള്ളത്. അത് വെള്ളിയാഴ്ചക്ക് മുമ്പ് എടുപ്പിക്കേണ്ടതാ. ഞാൻ നമ്പ്യാരെ കണ്ട് അത് ശരിപ്പെടുത്തി കൊടുത്തയക്കാം. മോളുടെ വിവാഹത്തിന്റെ കാര്യത്തെക്കുറിച്ച് മാരാർ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. മനസ്സുകൊണ്ട് അനുഗ്രഹിച്ചാൽ മാത്രം മതി. ഒക്കെ ഈശ്വര സഹായം, അത്രേ പറയാനുള്ളൂ. മോളെ, ജീരകവെള്ളം ചൂടായോ? അവിടെ ഉള്ളൂ. ഞാൻ മാരാരുടെ കാര്യം വലിയ കഷ്ട. ആരാ നോക്കാൻ? ആ കുട്ടിയെ കെട്ടിക്കൊണ്ടുപോകല്ലേ എന്ന് വിചാരിച്ച് മോളെ കല്യാണം നടത്താതിരിക്കാൻ പറ്റുമോ? അത് ശരി. ഈ ചെക്കൻ മാരാരെ നോക്കുന്നു തോന്നുന്നില്ല. രാമാരാരുടെ മരുവനല്ലേ? ഇമാതിരി കാര്യങ്ങൾ തുടങ്ങാനല്ല വിഷമം, അവസാനിപ്പിക്കാനാ. എല്ലാം വൃത്തിയായിട്ട് കഴുകിയോടാ. ആ ദേവസ്വംബര പൂട്ടിയിരിക്കുകയാണെങ്കിലേ ഉമ്മറത്ത് വെച്ചിരുന്നാ മതി. കൃഷ്ണനെ കണ്ട ഉച്ച കഴിഞ്ഞേ വരുള്ളൂ എന്ന് പറ. മൂകാമി എന്താ നിക്കണേ? കൂലി ഇച്ചിരി കൂടുതൽ വേണം. ഇല്ലത്തെ കല്യാണത്തിന് ദഹനിച്ച് ഞങ്ങൾക്ക് എന്താ കിട്ടിയത്? ചക്കയാ. നിന്നെ എപ്പോഴൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എനിക്ക് ശല്യ. നീ ഒന്നും കൊടുക്കണ്ട കേട്ടോ. പൊടോറോ പൊടി പൊടിച്ചു. ഇതുപോലൊരു സദ്യ ഈ അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. കൊയ്ത്തും കഴിഞ്ഞു, അമ്മൂട്ടിയുടെ കല്യാണവും കഴിഞ്ഞു. നാനിയമ്മേ, ഞാൻ പോവാണ്. എപ്പോഴും അച്ഛന്റെ കാര്യത്തിൽ ശ്രദ്ധ വേണം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മൂട്ടി സമാധാനായിട്ട് പോക്കോളൂ. Oh
ഇതൊന്നുമില്ല മോളെ. ഇത് നിന്റെ അമ്മ നിനക്ക് തരാൻ വേണ്ടി സൂക്ഷിച്ചു വെച്ചിരുന്നതാ. ദാ. നേരായി ചെല്ലു. അപ്പോ ഞാൻ ഇറങ്ങട്ടെ. സൗകര്യം കിട്ടുമ്പോഴൊക്കെ വന്ന് കണ്ടോളാം. കളത്തിലെ പണിക്കാരെയൊക്കെ ശ്രദ്ധിക്കണം. അവരെ കൊണ്ട് നല്ലോണം പണിയെടുപ്പിക്കണം കേട്ടോ. പിള്ളേരെ കളിച്ചു നടക്കരുത്. മാമിയുടെ അടുത്ത് വികൃതി ഒന്നും കാണിക്കരുത് കേട്ടോ. എപ്പോഴും അച്ഛൻ്റെ അടുത്ത് ഉണ്ടായിരിക്കണം. നല്ലോണം പഠിക്കണം കേട്ടോ. സ്കൂളിൽ പൂട്ടിയാ ചേച്ചി മോനെ കൊണ്ടുപോവാം.